നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല, കേസ് തേഞ്ഞു മാഞ്ഞു പോയില്ലേ, ഇനി ഗിരിയാരും സംശയിക്കില്ല. താൻ എന്താ പറഞ്ഞത്? അല്ല, താൻ എവിടെ നിന്ന് ആരോടാ സംസാരിക്കുന്നൊരു ബോധം തനിക്കുണ്ടാവണം. താൻ എനിക്കെന്തെങ്കിലും ഉപകാരം ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തനിക്ക് തെറ്റി. ചെയ്ത ജോലിക്ക് തനിക്ക് കൃത്യമായി കാശും തന്നിട്ടുണ്ട്. കിട്ടിയത് പോരാ, ഇനിയും വേണോന്ന് ചോദിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഗിരിയുടെ തനി സ്വഭാവം താൻ അറിയും. അയ്യോ, ഈ പീതാംബരം നന്ദിയുള്ളവനാ. എന്നാ തനിക്ക് കൊള്ളാം. അതെ, എന്റെ ഇളയ മോളുടെ കല്യാണം ഉറപ്പിച്ചു. ഗിരിക്കാണ് ആദ്യത്തെ ക്ഷണം. കുടുംബത്തോടൊപ്പം വരണം, അനുഗ്രഹിക്കണം. അനുഗ്രഹം മാത്രം മതിയോ അതോ? അതൊക്കെ ഗിരിയുടെ ഇഷ്ടം. എന്നാ ഈ വീട്ടിൽ നിന്ന് ആരും വരില്ല. അനുഗ്രഹിക്കാൻ വരാതിരിക്കുന്നതാ തനിക്ക് നല്ലത്. എന്നാ പിന്നെ ശരി, ഞാൻ പോട്ടെ. കല്യാണത്തിന് 100 കൂട്ടം തിരക്കണ്ടേ. ആരായിരുന്നടാ അത്? അതൊരു പരിചയക്കാരനാ. മോളുടെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ടാണോ നീ അയാളെ വഴക്ക് പറഞ്ഞത്? സത്യം പറയടാ, എന്താ പ്രശ്നം? എന്റെ അമ്മേ, അയാള് ബാറിൽ സ്ഥിരം വന്ന് കുടിക്കുന്ന ആളാ. ബാറിൽ കുറെ പറ്റുണ്ട്. അതൊന്നും അടച്ചു തീർക്കാതെ മോളുടെ കല്യാണം നല്ല ആർഭാടമായിട്ട് നടത്താൻ പോവാണെന്ന് പൊങ്ങച്ചൻ പറഞ്ഞ ദേഷ്യം വരില്ലേ? അതാ നൈസായിട്ടൊന്ന് ചൂടായത്. എന്നാലും മോളുടെ കല്യാണം വിളിക്കാൻ വന്ന ആളല്ലേ, അകത്ത് കയറ്റി ഇരുത്തി ഒരു കപ്പ് കാപ്പിയെങ്കിലും കൊടുക്കാമായിരുന്നു. അതല്ലേ മര്യാദ? ഇവനെ ഒന്നും അകത്ത് കയറ്റാൻ പറ്റിയ ആളല്ലമ്മേ. ആണോ? അതെ അമ്മേ. എന്നാ കുഴപ്പമില്ല. അയ്യടോ. ഇങ്ങനെയാണോ തല തോർത്തുന്നത്? ആ തോർത്തിങ്ങന്ന് എല്ലാത്തിനും അച്ഛൻ തന്നെ വേണമെന്ന് വെച്ചാൽ കഷ്ടാട്ടോ. തണുക്കുന്നുണ്ടോ? മോളെ, എത്ര പറഞ്ഞാലും കേക്കില്ല. മര്യാദയ്ക്ക് തല തോർത്തിക്കൂടെ നിനക്ക്? ഇങ്ങനെ ഓരോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് വേണം വല്ല അസുഖം പിടിക്കാൻ. നല്ല വൃത്തിയായിട്ട് തോർത്തി നെറുകയില് രാസനാഥി പൊടി ഇടണം കേട്ടോ. അച്ഛന് ഓർമ്മ വന്നോ? അച്ഛൻ പോയിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേച്ചി. അച്ഛൻ എങ്ങോട്ടും പോയിട്ടില്ല മോളെ. നിന്റെ എന്റെ മനസ്സിൽ അച്ഛനില്ലേ? അവിടെ ഉള്ളിടത്തോളം കാലം അച്ഛൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. മോള് കരയണ്ട.
ഇൻഷുറൻസ് തുക കിട്ടില്ലെന്ന് ഉറപ്പായല്ലേ? മാധവൻ സാർ കുറച്ച് മാസങ്ങളായി തവണകൾ അടച്ചിട്ടില്ലായിരുന്നു. അത് കാരണമായി കാണിച്ച് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം തരില്ലെന്നാ പറയുന്നത്. ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളെയാണോ ദൈവമേ നീ എനിക്ക് അച്ഛനായിട്ട് തന്നത്? ഇതുപോലെ റിസ്ക് ഉള്ള ജോലി ചെയ്യുമ്പോൾ ഇൻഷുറൻസ് തുക കൃത്യമായി അടക്കണമെന്നുള്ള ബോധം പോലും അയാൾക്കില്ലേ? കോളേജിന്റെ വിസയുടെയും ചെലവുകൾക്ക് ഞാൻ എന്ത് ചെയ്യും? എല്ലാത്തിനും കാരണക്കാരൻ ആ പീതാംബരൻ. അവനെ കോടതി വെറുതെ വിടുവല്ലേ? അയാൾ മാധവൻ സാറിനെ കൊന്നൊന്നുമല്ല മുകേഷ്, ഇതൊരു ആക്സിഡന്റ് ആണ്. എന്താണെങ്കിലും പോയത് എന്റെ അച്ഛനല്ലേ. പീതാംബരനെ ഞാൻ വെറുതെ വിടില്ല. തനിക്ക് അയാളുടെ പുറകെ കേസുമായി പോകണോ അതോ ഈ പരിപാടി സെറ്റിൽ ചെയ്ത് കാശ് വാങ്ങണോ? കാശോ? ആ, മാധവൻ സാർ മരിച്ചതിന് നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ കോടതി അനുവദിച്ചിട്ടുണ്ട്. പീതാംബരനെ എത്രയും പെട്ടെന്ന് അടയ്ക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. 5 ലക്ഷം രൂപയോ? പീതാംബരൻ ഒരു കയ്യപ്പസം പറ്റിയതല്ലേ. കോടതി തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയ സ്ഥിതിക്ക് ഇനി അതിനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അയാൾക്കും കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. എനിക്കാണ് ഈ കാശിന് നല്ല ആവശ്യമുണ്ട്. അപ്പോ ഈ കാശ് വാങ്ങി കേസ് നമുക്ക് തീർക്കാലോ അല്ലേ? അങ്ങനെ ആവട്ടെ, വെറുതെ നീട്ടി വലിച്ച് കൊണ്ടുപോകണ്ട. ആ, അതാ നല്ലത്. ഫോം എന്തായാലും ഉണ്ട്. ഒരു പേന കൊടുത്താ ഞാൻ എവിടെ ഒപ്പിടണമെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഇന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകും. അതിൽ തന്റെ ഒപ്പം മാത്രം പോരാ. പിന്നെ മാധവൻ സാർ 3 മക്കളില്ലേ, അതില് മഹിമ മൈനർ ആയതുകൊണ്ട് അവളുടെ ഒപ്പ് വേണ്ട. പക്ഷെ മഞ്ജുന്റെ ഒപ്പ് എന്തായാലും വേണം. അപ്പൊ കാശിന്റെ കാര്യം അവൾ അറിയില്ലേ? അറിയിക്കാതെ പിന്നെ അത് അവർക്കും കൂടി അവകാശപ്പെട്ട കാശല്ലേ. അവർക്ക് ഇതിന്റെ ഷെയർ കൊടുത്താ പിന്നെ എനിക്ക് എന്ത് കിട്ടാനാ? എടോ, ഈ കാശ് തന്റെ അനിയത്തിമാരുടെ ഭാവിക്ക് കൂടി വേണ്ടിയാണ് തരുന്നത്. അല്ല, അവളുടെ ഒപ്പ് ഞാൻ തന്നെ ഇട്ടാ മതിയാ. താനെന്താ കളിക്കുക? ഇത് കോടതി കൊടുക്കാനുള്ള ഫോമാ. ഇതിൽ കള്ളയപ്പെട്ടുണ്ടല്ലോ, താൻ അഴിയിടേണ്ടി വരും. മര്യാദയ്ക്ക് മഞ്ജുവിനെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് ഒപ്പ് വാങ്ങാൻ നോക്ക്. ഓക്കോ. ഓരോ ഓടായിപ്പമായിട്ട് ഓരോ നിറയിക്കോളും. ഇങ്ങനെയുള്ള മാരണങ്ങളെല്ലാം എന്റെ തലയിലാണല്ലോ ഒന്ന് വീഴുന്നത്. എന്റെ വിഘ്നേശ്വര. മോളുടെ വഴിയിൽ തടസ്സങ്ങളൊന്നും വരാതെ വിഘ്നേശ്വരൻ കാത്തോളും.